ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുമോൾ ആകെ തല കുനിച്ച് നിൽക്കുകയാണ് ഒരു തെറ്റുകാരിയെ പോലെ. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോൺ നിന്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരുടെ ഫോണാ റൂമിൽ നിന്ന് ബെല്ലടിക്കുന്നത് ഞങ്ങൾ കേട്ടത്? നീ സത്യം പറഞ്ഞോ? ഇത്രയും നേരം നീ ഞങ്ങളോട് കള്ളം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ദേവിയും പറയും, നീ എന്നോട് എന്താ പറഞ്ഞത്? റിംഗ് ടൂൺ മാറ്റിയിട്ടെന്നല്ലേ? എന്നിട്ടിപ്പം മറ്റൊരു ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്. മീനു അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നീ ഞങ്ങളോട് കള്ളം പറയില്ലായിരുന്നോ എന്ന് ചോദിക്കുക. എടുത്തി അത് പിന്നെ എന്നും പറഞ്ഞ് എന്ത് പറയണമെന്നറിയാതെ അനുമോള് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീനു ആണെങ്കിൽ അനുവിൻ്റെ റൂമിലേക്ക് കയറി ചെന്ന് അവിടെയൊക്കെ നോക്കുക. അപ്പം അലോകിനെ കാണുകയാണ് കേട്ടോ. അലോക് മീനു കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അനുവാണ് ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പം അനുവിനെ കൈവിട്ട് കളയാനും പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും അലോകിനെ അവിടെ കാണട്ടെ എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ഒന്ന് ഒളിച്ചു പോലും നിൽക്കാതെ നമ്മുടെ മീനുവിൻ്റെ മുന്നിലേക്ക് പോയി ചാടി കൊടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അനുമോളാണ് തന്നെ ഇവിടെ വിളിച്ച് കയറ്റിയതെന്ന് പറയാനും തങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അലോക് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം മീന് ചോദിക്കും, നീ എന്താ ഇവിടെ അനുവിൻ്റെ റൂമിൽ? നിന്നെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് എന്ന് ചോദിക്കുക. ഞാൻ ഈ അനുവിൻ്റെ റൂമിലൂടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവൾ വിളിക്കാതെ എനിക്കിവിടേക്ക് കയറി വരാൻ പറ്റുമോ? എന്നെ ആരെങ്കിലും സഹായിക്കാതെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വളരെ ധാർഷ്ട്യത്തോടു കൂടി മീനുവിനോട് ചോദിക്കുക. ദേ, നീ അനാവശ്യം പറയരുത്. ഞങ്ങളുടെ അനുമോൾ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. നീ ചുമ്മാ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഓഹോ, എന്നാ അനുവിനെ വിളിക്കുക, അവള് പറയട്ടെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന്. അപ്പം ഇവർ തമ്മിലുള്ള ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് ഗോമതി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഗോമതിയും ദേവിയും പേടിച്ച് വരച്ച് അനുവും സുകന്യയും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അനു സുകന്യോട് ചോദിക്കും, ഇനി നമ്മൾ എന്ത് ചെയ്യും സുകന്യ ചേച്ചി? എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക. ഞാൻ പറഞ്ഞതല്ലേ അവനോട് വേഗം ഇറങ്ങിപ്പോകാൻ. എന്നിട്ടിപ്പം ഇനി ആരും എന്നെ വിശ്വസിക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനുവാണ് സുകന്യയുടെ മുന്നിൽ നിന്ന് കരയാനായിട്ട് തുടങ്ങുക. നീ ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് സുകന്യ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം അലോകാണെങ്കിൽ മീനുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഗോമതി ചോദിക്കും, ഇവനെന്താ ഇവിടെ എന്ന് പറയണേ. അപ്പം തൻ്റെ പേര് പറയാതിരിക്കാനും അലോകിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനും വേണ്ടിയിട്ട് സുകന്യ അങ്ങോട്ട് ചാടി ചെല്ലുക. അല്ല, ഇവനാ കൃഷ്ണമംഗലത്തെ അലോകല്ലേ? ഇവനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എടാ, സത്യം പറഞ്ഞോ? ഞങ്ങളുടെ അനുമോളെ വേദനിപ്പിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ഇങ്ങോട്ട് കയറി വന്നതല്ലേടാ. ഞങ്ങളുടെ മോളെ പറ്റി തോന്നിവാസം നീ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അലോകനെ എടുത്തിട്ട് അടിക്കുവാണ് കേട്ടോ. അപ്പം ഗോമതിയാണെങ്കിൽ, നീ ഒന്ന് അടങ്ങ് സുകന്യെ, ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയണോ? ഒന്നും ചോദിക്കണ്ട ചേച്ചി. ഇവനെയൊക്കെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ കയറ്റി നിർത്താൻ പാടില്ല. ഇപ്പം തന്നെ ഇറങ്ങി വിട്ടോണം. കണ്ടില്ലേ, നമ്മുടെ അനുമോളക്ക് ദോഷം വരുന്ന രീതിയിൽ എന്ത് പ്രവർത്തിക്കാൻ ഇവൻ കയറി വന്നതാ എന്ന് പറയണേ. അപ്പം മീനു പറയും, ചേച്ചി എന്തിനാ ഇവനെ തല്ലുന്നത്? അവൻ പറയട്ടെ അനുമോള് വിളിച്ചിട്ടാന്നാ പറയുന്നത്. അനുമോള് തന്നെ പറയട്ടെ, നീ വിളിച്ചിട്ടാണോ ഇവൻ ഇവിടേക്ക് കയറി വന്നത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അനു, അല്ല ഞാൻ വിളിച്ചിട്ടല്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക മീനു ചേച്ചി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങാം. അപ്പോൾ ഗോമതി പറയും, എൻ്റെ മോൾ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യില്ല. നീ മനഃപൂർവ്വം അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി അവളുടെ റൂമിൽ കയറി വന്നതല്ലേടാ എന്ന് ഗോമതി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സുകന്യക്ക് വീണ്ടും ദേഷ്യം വന്ന്, ഗോമതി ചേച്ചി അങ്ങോട്ട് മാറ്, ഞാൻ ഇവനോട് ചോദിക്കാം. ചേച്ചിയൊക്കെ ഇങ്ങനെ സമാധാനത്തോടെ ചോദിച്ചാൽ ഇവൻ ഒരു ഉത്തരം പറയാൻ പോകുന്നില്ല. നീ ഞങ്ങളുടെ അനുമോൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ കയറി വന്നതല്ലേടാ, നിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അലോകിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇറക്കി വിടാനായിട്ട് നോക്കൂട്ടോ സുകന്യ. അപ്പോഴത്തേക്കും അലോക് പറയും, ഞാൻ ഇവള് വിളിച്ചിട്ട് കയറി വന്നതാ എന്നും പറഞ്ഞ് പറയേ. അത് കേൾക്കുന്ന സുകന്യ, ഇനി തൻ്റെ പേരെങ്ങാനും വിളിച്ച് പറയൂ എന്ന് പേടിച്ച് വിറച്ച് വീണ്ടും വീണ്ടും തല്ലി ആ വിഷയം മാറ്റാനായിട്ട് നോക്കൂട്ടോ. അപ്പോഴത്തേക്കും ദേഷ്യം വന്ന അലോക് സുകന്യയെ പിടിച്ചൊരു തള്ളങ്ങ് തള്ളും. സുകന്യാണെങ്കിൽ ആ കൂടെ കിടന്ന കട്ടിലേക്ക് തെറിച്ച് വീഴാണ്. എൻ്റെ അമ്മോ എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, നീ എൻ്റെ മോക്കൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഇവിടെ കയറി വന്നതല്ലേ, എന്നിട്ട് അവള് വിളിച്ചു വരുത്തി എന്നൊരു കള്ളവും പറയുന്നു. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ലെന്നേ ഈ ഗോമതിക്ക് അറിയാടാ എന്ന് പറയും. അപ്പച്ചി അങ്ങനെ വിശ്വസിച്ചോണ്ടിരുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാ. ഇവള് വിളിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റുമെന്ന് അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, വീണ്ടും വീണ്ടും എൻ്റെ മോളെ നീ തെറ്റുകാരിയൊക്കെ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് അലോകിന്റെ ചെവിട്ടത്തിനിട്ട് അടിക്കാനായിട്ട് തുടങ്ങുമ്പം അലോകിന് ദേഷ്യം വരും. ദേ, എന്നെ ചുമ്മാ ഉപദ്രവിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ഒറ്റ ഒരുത്തി കാരണോ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായതെന്നും പറഞ്ഞ് ദേഷ്യം വന്ന അലോക് ഗോമതിയുടെ കഴുത്തിന് കയറി പിടിക്കാണ് കേട്ടോ. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുക. അത് കാണുമ്പോൾ നമ്മുടെ ദേവി വന്ന് മാറ്റാനായിട്ട് നോക്കും അലോകിനെ പിടിച്ച്. മാറിടാ, അമ്മയെ വിടടാ, എൻ്റെ അമ്മയെ വിടടാ എന്നും പറഞ്ഞുകൊണ്ട് കരയുവാണ്.
അപ്പോഴത്തേക്കും ദേഷ്യം വന്ന അലോക് ദേവിനെ പിടിച്ചൊരു തള്ളു തല്ലും. അപ്പൊ ദേവിയുടെ വയറ് പോയി അവിടെ കിടന്ന സെറ്റിയിൽ ഇടിക്കുകയാണ് കേട്ടോ. ദേവി വേദന കൊണ്ട് അവിടേക്ക് കിടന്നു പോവാണ്. അയ്യോ അമ്മേ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുവാണ്. ഇത് എല്ലാം കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് അനുമോള്. അപ്പോഴത്തേക്കും അനുവാണെങ്കിൽ അലോകിനെ പിടിച്ച് മാറ്റാനായിട്ട് നോക്കും. എന്റെ അമ്മയെ വിടുന്നുണ്ടോ? നീ എന്താ അലോക് ഈ കാണിക്കുന്നത്? സുകന്യ അങ്ങോട്ട് ഓടിച്ചില്ല. അലോകെ വിടുന്നുണ്ടോ? ഗോമതി ചേച്ചീനെ നീ വിട്, നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇത് കാണുന്ന ദേവി ഓടിച്ചില്ല. വിട്, എന്റെ അമ്മയെ വിട് എന്ന് പറഞ്ഞ് അവളും കരയാം. അപ്പം നമ്മുടെ അനുവാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുക. നീ എന്താ ഈ ചെയ്യുന്നത്? വിട്, എൻ്റെ അമ്മയെ വിടടാ എന്ന് പറഞ്ഞ് അനുവും കരയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അലോക് പിടിച്ചൊരു തള്ളു തള്ളും ദേവിയെ. ദേവിയാണെങ്കിൽ അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു സോഫയിൽ ചെന്ന് വയറിടിച്ച് വീഴാണ്. അപ്പോൾ ദേവിക്ക് വേദന കാരണം എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് ആ പാവം അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പം മീനു ആണെങ്കിൽ അവിടെ കിടന്നൊരു കമ്പി എടുത്തിട്ട് നമ്മുടെ അലോകിൻ്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് അടിക്കുക. അപ്പം വേദന കൊണ്ട് അലോക് കിടന്ന് അലറുവാണ്. എന്നിട്ട് മലർന്ന് വീഴാം. അപ്പം രാജശ്രീയും അച്യുതനും കൃഷ്ണമംഗലത്ത് നിന്ന് ഈ സൗണ്ടൊക്കെ കേൾക്കുകയാണ്. അപ്പം ശബ്ദം കേൾക്കുമ്പോൾ രാജശ്രീ പറയും, ഒരാണ് കരയുന്നപ്പോഴുണ്ടല്ലോ, അത് അലോകൻ്റെ സൗണ്ടാണോ അച്ചുവേട്ടാ? ഏയ്, അവനെന്തിനാ ദേവമംഗലത്തേക്ക് പോകുന്നത്? അവനവിടെ പോകേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. ഇല്ലില്ല, അത് അലോകൻ്റെ സൗണ്ട് തന്നെ അച്ചുവേട്ടാ. അവൻ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ കരയുന്നത് തന്നെയാ. നമുക്ക് പോയി നോക്കാം. അവൻ എന്തിനാ രാജശ്രീ അങ്ങോട്ട് പോകേണ്ട കാര്യം? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അവിടെ ഇപ്പം ആര് കരയാനാ? അല്ല, അവിടെ എന്തോ ഉണ്ട്. അതിൻ്റെ ആലോകാന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. അച്ചുവേട്ടൻ വാ, നമ്മുടെ അലോകിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രാജശ്രീ അച്യുതനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം പെട്ടെന്നാണ് ഗോമതിയാണ് ചുമച്ചുകൊണ്ട് ഒരു വിധത്തിൽ നേരെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ദേവിയുടെ കരച്ചിൽ കാണുന്നത്. അയ്യോ മോളെ ദേവി എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് ഇരിക്കുക. മോളെ എന്താ മോളെ പറ്റിയത്? അമ്മേ എനിക്ക് വേദനിക്കുന്നമ്മേ എന്ന് പറഞ്ഞ് ദേവി കരയോ വയറി പിടിച്ചോണ്ട്. പെട്ടെന്ന് മീനും അതുപോലെ സുകന്യയും അനു ഒക്കെ സ്വബോധത്തിലേക്ക് വരികയാണ്. മീനുവിന് താൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴാട്ടോ ചിന്ത വരുന്നേ. അപ്പം അനുവാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. തൻ്റെ കുടുംബത്തിൽ ഇത്രയും വലിയൊരു അത്യാപത്തിന് കാരണം താനായി മാറിയല്ലോ എന്ന കുറ്റബോധം കൊണ്ട് അനങ്ങാൻ പോലും കഴിയാതെ അനു ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുകന്യ ഓടി അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ അലോകെ, എഴുന്നേക്കടാ, നിനക്ക് എന്താ പറ്റിയത്? ഇവൻ അനങ്ങുന്നില്ല. മീനു, നീ എത്ര വലിയ ക്രൈമാ ചെയ്തെന്നറിയാവോ? ഒരാളെ കൊല്ലാൻ നോക്കാന്നൊക്കെ പറഞ്ഞാൽ ദൈവമേ, കൃഷ്ണമംഗലത്തുള്ള അവരോട് എന്താ ഇനി പറയുക എന്നൊക്കെ പറഞ്ഞ് സുകന്യ സംസാരിക്കാം. ചേച്ചി, അവൻ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയപ്പോഴാ ഞാൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അതിനെതിരെ ആരെന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് നേരെ മീനുവാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ, ദേവിയുടെ അടുത്തേക്ക് തീരെ പറ്റുന്നില്ല. ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം അമ്മേ എന്ന് പറയും. ഇതേ സമയം നമ്മുടെ ആനന്ദ് കയറി വരികയാണ്. അപ്പോൾ ആനന്ദ് കയറി വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഈ ബഹളമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവൻ ആകെ പരിഭ്രാന്തിയോടെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. എന്താ സംഭവിച്ചത്? എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേവി വീണ് കിടക്കുന്നതാണ് ആനന്ദിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അയ്യോ ദേവി, ഇതെന്താ വീണത്? ഇവക്ക് എന്താ സംഭവിച്ചത്? അയ്യോ കരയുന്നു, എൻ്റെ കുഞ്ഞ്, എൻ്റെ ദേവി എന്നും പറഞ്ഞ് ആനന്ദ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ആനന്ദിൻ്റെ കയ്യിൽ കുഞ്ഞിനായിട്ട് മേടിച്ച കുഞ്ഞുടുപ്പുകളുടെ ഒരു പൊതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് താഴോട്ട് വീഴുക. ദേവി എന്നും പറഞ്ഞ് ഓടി ചെല്ലുക. എനിക്ക് പറ്റുന്നില്ല ആനന്ദേട്ട, നമ്മുടെ കുഞ്ഞ്, എനിക്ക് വയറ് വേദനിക്കുക എന്നും പറഞ്ഞ് കരയുക. നീ പേടിക്കാതെ, നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് പോകാം എന്നും പറഞ്ഞ് ആനന്ദ് ഒരു വിധത്തിൽ ദേവിയെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി പറയും, മോനെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അവക്കൊട്ടും പറ്റില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം, നീ ഒരു വണ്ടി വിളിച്ചിട്ട് വാ എന്ന് പറയാം. രാജശ്രീ വന്ന് ചോദിക്കുക, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? ഞങ്ങളുടെ അലോക് എവിടെ? എൻ്റെ മോൻ എവിടെയെന്ന് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടിരുന്ന ആനന്ദ് പറയും, നിങ്ങളുടെ മോൻ ബോധം പോയി അകത്ത് കിടപ്പുണ്ട്. എൻ്റെ കുഞ്ഞിനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആനന്ദ് ദേഷ്യപ്പെടുക. അത് കാണുമ്പോഴത്തേക്കും രാജശ്രീ പറയും, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ദേവീനെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് ഗോമതി മീനും കൂടി വരിക. അപ്പോൾ ഗോമതി പറയും, ഇവരോടൊക്കെ സംസാരിച്ച് സമയം കളയാതെ നീ വണ്ടി പിടിച്ചുകൊണ്ട് വാ ആനന്ദേ. ദേവിമോക്ക് തീരെ പറ്റില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ അവർക്ക് പിന്നാലെ തന്നെ സുകന്യയും വരികയാണ്. അപ്പോൾ സുകന്യയെ കാണുന്ന രാജശ്രീ പറയും, എന്താ സുകന്യ ഇവിടെ സംഭവിക്കുന്നത്? നീ എങ്കിലും ഒന്ന് സത്യം പറ. അലോകിൻ്റെ കരയുന്ന സൗണ്ട് ഞങ്ങൾ കൃഷ്ണമംഗലത്ത് കേട്ടല്ലോ, എന്തോ ആപത്ത് എൻ്റെ മോന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അകത്തേക്ക് കൈ കാണിക്കുക. അപ്പോൾ രാജശ്രീ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പം അലോക് അവിടെ കിടക്കുന്ന കാണുമോ, അയ്യോ എൻ്റെ മോനെ എന്താ പറ്റിയത്?
സുകന്യ നിന്നോടാ ചോദിച്ചത്, എന്താ സംഭവിച്ചത്? ചേച്ചി അത് പിന്നെ അലോക് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി, അപ്പം മീനാക്ഷി തലക്കടിച്ചതാ. ഗോമതി ചേച്ചി കൊല്ലാൻ നോക്കിയപ്പം. എന്ത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ മോനെ എല്ലാവരും കൂടി ഈ പരുവത്തിലാക്കിയോ? മോനെ അലോകെ എന്നും പറഞ്ഞ് രാജശ്രീ ഇരുന്ന് കരയാ. അപ്പം രാജശ്രീയുടെ കരച്ചിലിൻ്റെ സൗണ്ട് കേട്ടപ്പം അച്യുതൻ മടിയോടുകൂടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. കണ്ടു അച്ചുവേട്ടാ, നമ്മുടെ മോൻ്റെ അവസ്ഥ കണ്ടോ? ഇവരെല്ലാവരും കൂടി അവനെ കൊല്ലാറാക്കി ഇട്ടേക്കുന്ന കണ്ടോ? ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ചുവേട്ടാ, പോലീസിനെ വിളിക്കുക അച്ചുവേട്ടാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും അനു ആണെങ്കിൽ പ്രതികരണ ശേഷിയില്ലാത്തൊരു പാവയെ പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പം മീന് പറയും, ആ പോലീസിനെ വിളിക്കുക. എന്നിട്ട് ചിലത് ഞങ്ങൾക്കും പറയാറുണ്ട്, വീട്ടിൽ കയറി അതിക്രമിച്ച് ഇവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിച്ചതും പോരാ, ഞങ്ങളുടെ അമ്മയെ കൊല്ലാൻ നോക്കി, ദേവിയേടത്തിയെ തള്ളിയിട്ടു. ഇപ്പം ഏടത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടും എന്നുള്ള വേദനയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നു. ഇതേ കൃഷ്ണമംഗലം അല്ല, ദേവമംഗലം. ഇവിടേക്ക് കയറി വന്നതേ നിങ്ങളുടെ മകൻ തന്നെയാ. ഇവൻ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ചോദിക്കുമ്പം രാജശ്രീക്ക് അങ്ങ് ദേഷ്യം വരിക. ഇവിടെ ഉള്ളവരാരും വിളിക്കാതെ എൻ്റെ മോൻ കയറി വരുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അനു പേടിച്ച് വരച്ച് നിൽക്കുക. ഇവർ രണ്ടുപേരും സ്നേഹത്തിലാണെന്ന് ചെറിയ സംശയം എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ആർക്കും അനുവാദമില്ലാതെ എൻ്റെ മോൻ എങ്ങനെയാണ് കയറി വരിക? ഇവനെ സഹായിക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടാകാതെ ഇരിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുകന്യാകെ ഞെട്ടി നിൽക്കുക. ദൈവമേ, ഈ ചേച്ചി പറഞ്ഞ് എന്നെ കുറ്റക്കാരിയാക്കുമോ എന്ന് തോന്നുക. അപ്പോൾ അനുശ്രീയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണ് രാജശ്രീ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗോമതി പറയും, നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ ബാ, നമുക്ക് ആശുപത്രി പോകാം. ദേവിമോളുടെ അവസ്ഥ കണ്ടില്ലേ, അവൾ കരയുവല്ലേ എന്ന് പറയാം. ഞങ്ങൾ പോയിട്ട് വരാം. ദേവിയടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയാം എന്ന് അപ്പോൾ പറയണം കേട്ടോ. അപ്പം രാജശ്രീയും അച്യുതനും കൂടി ഒരു വിധത്തിൽ ആലോകിനെ പിടിച്ചെഴുന്നേപ്പിച്ച് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനുശ്രീ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക. അപ്പോൾ സുകന്യ വന്ന് പറയും, നീ കാരണമാണ് ഇപ്പം ഇവിടെ ഇതെല്ലാം സംഭവിച്ചത്. നിനക്ക് അവനോടൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ ആ പാവം ചെറുക്കൻ അപ്പം തന്നെ ആരും കാണാതെ ഇറങ്ങിപ്പോവില്ലായിരുന്നോ? ഇതിപ്പം അവനെയും കൂടി വാശി കാണിപ്പിച്ച് അവനെയും ദേഷ്യം പിടിപ്പിച്ച് അവനെയും കണ്ടില്ലേ തലയ്ക്ക് അടി കൊണ്ട് ഇവിടെ കിടക്കേണ്ട അവസ്ഥ. രാജശ്രീ ചേച്ചിയുടെ അശുവേട്ടനും ആകെയുള്ളൊരു മോനാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ബോധം വന്നതുപോലെ അനു പറയും, ദേവിയെടുത്തൊരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കോ? ഞാൻ കാരണം എൻ്റെ ആനന്ദേട്ടനും ദേവിയെടുത്തി സങ്കടപ്പെട്ട എന്നോട് ദൈവം പോലും ക്ഷമിക്കുകയില്ല എന്നും പറഞ്ഞ് അനു കരയുവാണ്. അപ്പം അലോകിനെ വേദനിച്ചത് നിനക്ക് ഇതുവരെയും ബാധിച്ചില്ലേ അനു എന്ന് അനുവിനോട് അപ്പം സുകന്യ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനു പറയും, ദേ സുകന്യ ചേച്ചി, അവൻ്റെ കാര്യം മിണ്ടരുത്. ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ ആക്കിയത് അവൻ ഒറ്റ ഒരുത്തനാ. എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് എൻ്റെ ഏടത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കി അവനോട് ഞാൻ ഇനി ക്ഷമിക്കണോ? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് സുകന്യയോട് പോലും അനു ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അനുവാണ് കുറ്റബോധം കൊണ്ട് നീറി ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അനു എന്നൊരാൾ ആ വീട്ടിലുണ്ടെന്ന് പോലും ആരും ഗൗനിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ്